പെപ്പറേസി സസ്യകുലത്തിൽപ്പെട്ട ചിരസ്ഥായിയായ ഒരു വള്ളിച്ചെടി. ചരിത്രപ്രസിദ്ധമായ സുഗന്ധവിള. കേരളത്തിന് വിദേശനാണ്യം നേരിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിള. കറുത്ത പൊന്ന് എന്ന ഓമന പേരും കുരുമുളകിനുണ്ട്. പൈപ്പർ നൈഗ്രം എന്നാണ് ശാസ്ത്രനാമം. ദക്ഷിണേന്ത്യയാണ് ജന്മസ്ഥലം. പശ്ചിമഘട്ടം പ്രദേശങ്ങളിലെ ഈർപ്പവും വളക്കൂറുമുള്ള മണ്ണിലാണ് കുരുമുളക് ജന്മമെടുത്തത്. പുരാതന കാലം മുതലേ കേരളത്തിൽ കുരുമുളക് കൃഷി ഉണ്ടായിരുന്നു. താങ്ങുമരങ്ങളെ ആശ്രയിച്ചു വളരുന്ന ഒരു വള്ളിച്ചെടിയാണിത്. അനുകൂല സാഹചര്യങ്ങളിൽ 15 മുതൽ 20 മീറ്റർ വരെ ഉയരത്തിൽ പടർന്നു കയറും. കൊടിയുടെ വേരുപടലങ്ങളിൽ അധികവും ചുവട്ടിൽ നിന്നും ഏകദേശം 1 മീറ്റർ അകലത്തിലോ അധികം ആഴത്തിലോ പോകാറില്ല. മൺനിരപ്പിൽ നിന്നും 30 മുതൽ 60 സെന്റിമീറ്റർ വരെയുള്ള ഭൂപരിധിയിലാണ് കൂടുതൽ വേരുകൾ കാണുന്നത്. ആൺപൂക്കളും പെൺപൂക്കളും ദ്വിലിംഗ പുഷ്പങ്ങളും ഒരു താലിൽ തന്നെ സാധാരണ കാണുന്നു. മഴവെള്ളം നനയുമ്പോഴുള്ള ഒഴുകിൽ കൂടിയാണ് പരാഗണം നടത്തുന്നത്. ഏറ്റവും അധികം കുരുമുളക് ഇനങ്ങൾ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ഓരോ പ്രദേശത്തെയും കാലാവസ്ഥയ്ക്കും ഭൂമിക്കും പറ്റിയ ഇനങ്ങൾ തിരഞ്ഞെടുക്കണം. മിതമായ ചൂടും ധാരാളം മഴയും ഇഷ്ടപ്പെടുന്ന കുരുമുളക് സമുദ്രനിരപ്പിൽ നിന്നും 700 മുതൽ 1200 മീറ്റർ വരെയുള്ള പ്രദേശങ്ങളിലാണ് ഉത്തമം. നല്ല നീർവാർച്ചയുള്ള ഫലപുഷ്ടിയുള്ള മണ്ണാണ് വേണ്ടത്. മുരിക്ക്, പേഴ്, ഇലവ്, തെങ്ങ്, കമുക്, മാവ്, പ്ലാവ് എന്നീ മരങ്ങളിലെല്ലാം കുരുമുളക് വളർത്താം. കരിമുണ്ട, നാരായക്കൊടി, കുതിരവാലി, കുംഭക്കൊടി, കരിവിലാഞ്ചി, കൊറ്റനാടൻ, കല്ലുവഞ്ചി തുടങ്ങിയ നാടൻ ഇനങ്ങളാണ് പ്രചാരത്തിലുള്ളത്. എങ്കിലും ശാസ്ത്രീയവർഗ സംകരണം വഴി അധിക വിളവ് തരുന്ന പുതിയ ഇനങ്ങൾ പന്നിയൂരിലുള്ള കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചു. പന്നിയൂർ 1 മുതൽ 7 വരെയുള്ളവയുടെയും കൃഷി വ്യാപകമായിട്ടുണ്ട്. ഡോക്ടർ മോഹൻദാസ് തൻ്റെ കമുക് തോട്ടത്തിൽ 1000 കമുകിൻ്റെ ചുവട്ടിലും കരിമുണ്ട എന്ന ഇനം ശാസ്ത്രീയ രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. കുരുമുളകിന് താങ്ങായി കമുക് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. ഇവ രണ്ടിൽ നിന്നും നല്ല ആദായവും ലഭിക്കുന്നുണ്ട്. ഈ കമുക് ഇപ്പം 23 വർഷത്തെ പ്രായം. പക്ഷേ ഇപ്പം അതിൽ നിന്നും മെച്ചമായിട്ട് ഇതിൻ്റെ കുരുമുളകും കാണുന്നു. അതിൽ നിന്ന് മെച്ചമായിട്ട് കുരുമുളകിനാണ് അതിനേക്കാളും മെച്ചമായിട്ട് ആദായം കിട്ടുന്നത്. കാരണം ഈ രണ്ട് വിളയിലും അതിലാണ് കൂടുതൽ താല്പര്യം തോന്നുന്നത്. എനിക്ക് കുരുമുളകാണ് കൂടുതൽ താല്പര്യം. ഇത് ഏതെണ്ണമാണ്? കുരുമുളക് ഒരു കരിമുണ്ട സെലക്ഷൻ, കരിമുണ്ട വെറൈറ്റി പെട്ട ഒരു സെലക്ഷൻ ഞാൻ സ്പൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവിടെ സയൻറ്റിസ്റ്റായിട്ട് ഇരുന്നപ്പോൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുത്ത ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ തൈ അവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്? ഇതിൻ്റെ വള്ളി അവിടെ നിന്ന് കൊണ്ടുവന്ന് എൻ്റെ ഫാമിൽ തന്നെ അതിനെ തൈയാക്കി അതിനെ നട്ടതാണ്. ഈ സെലക്ഷൻ വെറൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ മെച്ചം? എന്താണ് അതിൻ്റെ മെച്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തും സൗത്ത് കർണാടകയിലും ഈ കരിമുണ്ട ഒരുപാടുണ്ട്. കരിമുണ്ട കർഷകരുടെ ഇടയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. പക്ഷേ അതിൽ നിന്ന് ഫാർമേഴ്സിൻ്റെ നല്ല വെറൈറ്റി സെലക്ട് ചെയ്ത് ഒരു 300 വള്ളിയോളം ഞങ്ങളുടെ റിസർച്ച് സ്റ്റേഷനിൽ പ്ലാന്റ് ചെയ്തിരുന്നു. അതിൽ നിന്ന് ഒരു ബെസ്റ്റായിട്ടുള്ള വെറൈറ്റി സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ നട്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് അസുഖങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നല്ല ഈൽഡാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഈൽഡ് കിട്ടും. എനിക്കിവിടെ ഒരു 2, 3, 4 ഈൽഡൊക്കെ കിട്ടുന്നുണ്ട് ഡിപ്പെൻഡിങ് അപ്പാൻ മഴ അനുസരിച്ച്. ഇപ്പം കുരുമുളകിന് നല്ല വില ഉള്ളതുകൊണ്ട് നമ്മൾ 4 പ്രാവശ്യമായിട്ട് തന്നെ ഹാർവെസ്റ്റ് ചെയ്യും. സയന്റിസ്റ്റ് എന്നതിൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കുരുമുളക് കൃഷിയിടങ്ങൾ സന്ദർശിക്കാൻ കിട്ടിയ അവസരങ്ങളിൽ ചില സ്വകാര്യ കൃഷിക്കാരിൽ നിന്നും ശേഖരിച്ച ഇനങ്ങളാണ് ഇവിടെയുള്ളത്. രോഗം വരാത്തതും നീണ്ട താരുള്ളതുമായ ചെടികളുടെ വള്ളികൾ ശേഖരിച്ച് പെരുവണ്ണാമൊഴിയിലെ CPCRAയിൽ വളർത്തി അവ മികച്ചതാണെന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് 15 കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ കൃഷിയിടത്തിലും പരീക്ഷിച്ചത്. കമുക് നട്ട് 3-ാം വർഷമാകുമ്പോൾ ചുവട്ടിൽ നിന്നും 2 അടി മാറ്റി 1 അടി ചതുരത്തിൽ കുഴികളെടുത്ത് അതിൽ ഉണങ്ങിയ ചാണപ്പൊടി മണ്ണുമായി ചേർത്ത് വേര് പിടിച്ച് വള്ളികൾ നടും. കുരുമുളക് കൊടിയുടെ താഴ്ന്ന ഭാഗത്തുള്ള പാർശ്വവള്ളികളും മുകളറ്റത്തുള്ള തലപ്പ് വള്ളികളിലുമാണ് 2 മുട്ടുകൾ വീതം മുറിച്ചെടുത്ത് വേര് പിടിപ്പിക്കുന്നത്. അതായത് കുരുമുളക് നടുമ്പോഴേ സാധാരണഗതിയിൽ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഈ സാധാരണ അതിൻ്റെ ചുവട്ടിലുള്ള വള്ളി പറിച്ച് ചിലർ ചുറ്റി നടന്നുണ്ട്, വേര് പിടിപ്പിച്ച തൈകൾ നടന്നുണ്ട്. ഇതിലേതാണ് കൂടുതലായിട്ടുള്ള ഒരു പ്രയോജനം സാറ് കണ്ടിട്ടുള്ളത്? നടുന്നതിന് വേണ്ടി കുരുമുളകിൻ്റെ തല നമ്മൾ സാധാരണ നടുന്നത് റണ്ണർ ഷൂട്ട്സ് ആണ്. റണ്ണർ ഷൂട്ടിൽ നിന്നാണ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് സാധാരണ.
പക്ഷേ മുകളിലോട്ട് പോകുന്ന ഷൂട്ടെടുത്തും നമ്മൾ തൈ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ക്ലൈംബിംഗ് ഷൂട്ട്സ് എന്ന് പറയും. ഈ താഴോട്ട് പോകുന്നതിന് റണ്ണർ ഷൂട്ട് എന്ന് പറയും. പിന്നെ സൈഡിൽ നിന്ന് ഒരു ഷൂട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ തൈ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്നാണ് ബുഷ് പേപ്പർ ഉണ്ടാക്കുന്നത്. ബുഷ് പേപ്പർ ബോൺസായിക്ക് പറ്റിയ ഒരു ഇനമാണ്. ബുഷ് പേപ്പർ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനായി വളരെ ചെലവ് കുറഞ്ഞ നീരാവി അറയും സജ്ജീകരിച്ചിട്ടുണ്ട്. 15 അടി നീളവും 3 അടി വീതിയുമുള്ള ബെഡുകൾ തയ്യാറാക്കി മണലും ചാണകവും ചകിരിച്ചോറും ചേർത്ത് കിളച്ച് മണ്ണ് നിരപ്പാക്കുന്നു. മണ്ണ് താഴെ ഒലിച്ചിറങ്ങാതെ വശങ്ങളിൽ കമുകിൻ തടി 2 പിളർന്ന് 4 വശങ്ങളിലും വയ്ക്കുന്നു. 2 അടി പൊക്കത്തിൽ PVC പൈപ്പ് വശങ്ങളിൽ 3 അടി ഇടവിട്ട് കുത്തി നിർത്തുന്നു. PVC പൈപ്പിന്റെ ദ്വാരങ്ങളിൽ ഉറച്ചിരിക്കത്തക്ക വിധം റാ ആകൃതിയിൽ PVC ഹോസ് കൊണ്ട് വളച്ചു വയ്ക്കും. ഇതിനുശേഷം 2 മുട്ടുള്ള വള്ളികൾ 1 മുട്ട് മണ്ണിൽ നട്ട് അമർത്തി അടുത്തടുത്തായി വയ്ക്കുന്നു. ബെഡ് നിറച്ച് നട്ട ശേഷം പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മൂടി കാറ്റു കയറാതെ വശങ്ങളിൽ മണ്ണുകൊണ്ട് മൂടും. ഇത് 1 മാസമാകുമ്പോൾ വേര് വന്നു തുടങ്ങും. ഇതിനെ ഇളക്കി പോളിത്തീൻ കവറുകളിൽ മിശ്രിതം നിറച്ച് തണലിൽ സൂക്ഷിച്ച് വരുമ്പോൾ ആവശ്യത്തിന് നൽകും. ഇങ്ങനെ നടാൻ പാകമായ കുരുമുളക് തൈകളുടെ വൻ ശേഖരവും ഇവിടെയുണ്ട്. സ്ഥലപരിമിതി ഉള്ളവർക്കും വീട്ടുമുറ്റത്ത് പടർത്താൻ കഴിയാത്തവർക്കും ചട്ടികളിൽ വളർത്തുന്ന പറ്റുവേരുകളില്ലാത്ത നിറയെ ഫലം തരുന്ന കുറ്റിക്കുരുമുളകിന്റെ തൈകളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നന്നായി കായ്ക്കുന്ന കുരുമുളക് ചെടിയുടെ പാർശ്വശിഖരങ്ങളാണ് ഇതിന് തിരഞ്ഞെടുക്കുന്നത്. വീടുകളിൽ അധികം വെയിൽ ഏൽക്കാത്ത സ്ഥലത്ത് 10 ഇഞ്ച് വലിപ്പത്തിലുള്ള ചട്ടികളിൽ മിശ്രിതം നിറച്ച് നട്ടാൽ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് അനായാസം ലഭിക്കുകയും 10 വർഷത്തിലധികം നിലനിന്ന് ആദായം തരികയും ചെയ്യും. 2-ാം വർഷം മുതൽ പടർന്നു വളർന്ന് കുരുമുളക് കായ്ച്ചു തുടങ്ങും. വർഷങ്ങൾ കഴിയുമ്പോൾ വിളവ് വർദ്ധിക്കുകയും ചെയ്യും. 15 വർഷം പ്രായമായ ഒരു ചെടിയിൽ നിന്നും ഒരു വർഷം 20 കിലോ മുതൽ 30 കിലോ വരെ പച്ചക്കുരുമുളക് കിട്ടുമെന്നും ഡോക്ടർ മോഹൻദാസ് സാക്ഷ്യപ്പെടുത്തുന്നു. വർഷം എത്ര തവണ വിളവെടുക്കുന്നുണ്ട്? അതിൻ്റെ ഉദ്ദേശം ഒരു ഈൽഡ് ഒന്ന് പറയാമോ? കുരുമുളകിന് ഇത് വെള്ള ഈർപ്പം ഇവിടെ ഉള്ളതുകൊണ്ടും ഈ വെറൈറ്റിയുടെ പ്രത്യേകത കൊണ്ടും കുരുമുളക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഫ്ലവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 3 പ്രാവശ്യവും 4 പ്രാവശ്യവും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട് കുരുമുളക്. ഇതെങ്ങനെയാണ് സെയിൽസ്? അങ്ങനെയാണ് സെയിൽസ് ഇവിടെ ലോക്കലായിട്ട് ഇവിടെ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കും. 2 തവണ 3 തവണ വന്ന് ഉണക്കിയാലും കുരുമുളകിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര പ്രോപ്പറായിട്ട് ഉണക്കി വെച്ചാൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. അതുകൊണ്ട് മാർക്കറ്റിംഗ് ഒരു പ്രശ്നമല്ല. ഒരു ചവിട്ടിൽ നിന്ന് എത്ര കിലോ കിട്ടും? ഒരു ചവിട്ടിൽ നിന്ന് എനിക്ക് പച്ച ഏകദേശം ഒരു ചവിട്ടിൽ നിന്ന് എനിക്ക് 15 കിലോ വരെ ഇവിടെ കിട്ടും. 15 കിലോ. അതിന്റെ 3-1 ഉണങ്ങിയതും കിട്ടും. ഉണങ്ങിയത് ഏകദേശം 3-1. 5 കിലോ ഉണക്കി കഴിഞ്ഞാൽ 3 കിലോ ഇല്ല, 15 കിലോ ഉണക്കി കഴിഞ്ഞാൽ 3 കിലോ 5 കിലോ കിട്ടും. 5 കിലോ ഉണങ്ങിയ കുരുമുളക് ഇത് അവർ മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോവുകയാണ് ആൾക്കാർ. മൊത്തത്തിൽ കോൺട്രാക്ട് അവർ പറിച്ചെടുത്തുകൊണ്ട് പോകും. അവരാണ് യൂഷ്വലായിട്ട്. എനിക്ക് പ്രത്യേകിച്ച് പറിച്ച് ഉണക്കാൻ ഇവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ടും ഞാനിവിടെ സ്റ്റാൻഡിങ് ക്രോപ്പിൽ തന്നെയാണ് ഇത് വിൽക്കുന്നത്. ഇക്കൊല്ലം കുരുമുളക് കർഷകരെ സംബന്ധിച്ചിടത്തോളം ശുഭകാലമാണ്. ഇടയ്ക്കിടെ കിട്ടിയ മഴയിൽ നല്ല വിളവും നല്ല വിലയും ലഭിക്കും. നേരിട്ട് വിളവെടുക്കാതെ തോട്ടം മുഴുവനായും വിൽക്കുകയാണ് പതിവ്. ഇക്കൊല്ലം 1000 ചുവട്ടിൽ നിന്നും 3 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത്. കുരുമുളക് എനിക്കൊരു 1000 മൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 3 ടൺ 4 ടൺ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കമുകിൽ നിന്നാണോ കുരുമുളകിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ ആദായം? ഇപ്പോഴും കുരുമുളകിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആദായം. അപ്പോൾ ഏതിനാണ് ഈ വളപ്രയോഗം ഈ കുരുമുളക് ചെയ്യുന്നത്? കമുകും കൂടെ എടുക്കുമോ? വളപ്രയോഗം എല്ലാത്തിനും ചേർത്താണ് മൊത്തമായിട്ടാണ് ചെയ്യുന്നത്. കുരുമുളകിനും കമുകിനും ഇടയ്ക്കുള്ള വാഴയ്ക്കും പിന്നെ അതിൻ്റെ താഴെ ചെറിയ ഇൻ്റർക്രോപ്സ് ഉണ്ട്. ഇഞ്ചി, മഞ്ഞൾ, ചേന ഇതുപോലത്തെ ഉണ്ട്. എല്ലാത്തിനും ഒറ്റ ആപ്ലിക്കേഷനാണ്, ഒരു വളം.
ഇതിന് സാധാരണ രോഗങ്ങളൊന്നും വരാറില്ല എന്ന് പറഞ്ഞു. ഇതുവരെ അങ്ങനെ ഒന്നും പ്രത്യക്ഷപ്പെട്ടു ഇതുവരെ രോഗങ്ങൾ വന്നിട്ടില്ല. ഞാൻ രോഗങ്ങളുള്ള സ്ഥലത്തിൽ നിന്ന് കൊണ്ടുവന്ന വള്ളിയാണ്. രോഗങ്ങളെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. ഫൈറ്റോപ്തോറ രോഗമുണ്ട്, അതിന് ക്വിക്ക് വിൽറ്റ് എന്ന് പറയും. പിന്നെ സ്ലോ വിൽറ്റ് ഉണ്ട്. സ്ലോ വിൽറ്റ് കേരളത്തിൽ മുഴുവനും കാണുന്ന അസുഖമാണ്. പിന്നെ നീമാവിരകൾ കൊണ്ടുള്ള അസുഖങ്ങളുണ്ട്. ഇതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇന്ന് വരെ നട്ടതിന് ശേഷം ഇങ്ങനെ ഉള്ള ഒരു അസുഖങ്ങളോ അസുഖം കമുകിനും ഇല്ല അല്ലേ? അതെ, കമുകിനും ഇല്ല, കുരുമുളകിനും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു മരുന്ന് തെളിക്കാറുമില്ല. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ടൂ മച്ച് കെയർ ഒന്നുമില്ല. അത് തന്നെ വളരുന്നതാണ്. നമ്മൾ വളരെ കെയർ അങ്ങനെ കൊടുക്കാറില്ല. ഏണി കമുകിൽ ചരിവെച്ചാണ് വിളവെടുക്കുന്നത്. വർഷത്തിൽ മഴയ്ക്ക് മുമ്പും പിമ്പും ഇടയ്ക്ക് ഈർപ്പമുള്ള കാലങ്ങളിലും DAPയും പൊട്ടാഷ്യം ചേർത്ത മിശ്രിതം 100 ഗ്രാം വീതം ചുവട്ടിലെ കളകൾ നീക്കം ചെയ്ത ശേഷം ചുറ്റുമായി വിതറിയിടും. ചാലുകളിലെ വെള്ളം വറ്റുമ്പോൾ വണ്ടൽ മണ്ണും കോരി തട്ടിൽ ഇട്ടുകൊടുക്കും. എരുത്താവൂർ കുളത്തിലെ ജലസമൃദ്ധി ഇവിടുത്തെ കൃഷിക്ക് എപ്പോഴും അനുഗ്രഹമായിത്തീരുന്നു. കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സാധാരണഗതിയിൽ എല്ലാവരും, വിശേഷിച്ചും ഹൈറേഞ്ച് പോലുള്ള പ്രദേശങ്ങളിൽ ധാരാളം ആൾക്കാർ ഈ കുരുമുളക് കൃഷിയിൽ അവർ ഒരു ഉപജീവന മാർഗം തേടുന്നുണ്ട്. അതേസമയത്ത് ഈ സമതല പ്രദേശങ്ങളിൽ വളരെ കുറവ്, അപൂർവമായിട്ട് വീട്ടുവളപ്പിൽ മാത്രമേ വളർത്തുന്നുള്ളൂ. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന എന്താണ് ഒരു സന്ദേശം? ഇപ്പം കർഷകരടുത്ത് പറയാനുള്ളത്, കുരുമുളക് എന്ന് പറയുന്നത് ഒരു വളരെ സെൻസിറ്റീവ് പ്ലാന്റ് ആണ്. അത് ടച്ച് മീ നോട്ട് എന്ന് ഞാൻ പറയും. ടച്ച് മീ നോട്ട് പ്ലാന്റ് ആണ്. തൊട്ടാൽ വാടും. അതിന് അധികം കെയർ കൊടുക്കാൻ പാടില്ല. ടൂ മച്ച് കെയർ കൊടുത്താൽ, പ്രത്യേകിച്ച് നമ്മൾ കുരുമുളകിൻ്റെ ചോട്ടിൽ മമ്മട്ടിയിട്ട് പുല്ല് പറിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേര് പൊട്ടിപ്പോവും. വേര് പൊട്ടിയാൽ ആ പൊട്ടുന്ന സ്ഥലത്തിൽ കൂടെ ഫംഗസും വേറെ എന്തെങ്കിലും കീടമോ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചോട് ഒരിക്കലും മമ്മട്ടി വെച്ച് തൊടാൻ പാടില്ല. അതിൽ അധികം പുല്ല് കാണുകയാണെങ്കിൽ നമ്മൾ കൈവച്ച് തന്നെ വീഡ് ചെയ്യണം. ഇതാണ് ഞാൻ പ്രത്യേകം പറയാനുള്ളത്. ടച്ച് മീ നോട്ട് പ്ലാന്റ് ആണ്. പിന്നെ വർഷത്തിലൊരിക്കൽ ശകലം മണ്ണ് ഇട്ട് കൊടുക്കും. അത് 4 വള്ളിയുടെ ഇടയ്ക്ക് നിന്ന്, അല്ലെങ്കിൽ എൻ്റെ ഈ പുരയിടത്താണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഡ്രെയിനേജ് ഉണ്ട്. അപ്പോൾ അവിടെ സമ്മറിൽ അത് ഉണങ്ങുമ്പോൾ ഡ്രെയിനേജിൽ നിന്ന് ഞാൻ മണ്ണെടുത്ത് അതിൽ കുറച്ചിട്ട് കൊടുക്കും. വണ്ടൽ സിൽറ്റ്. അപ്പോൾ കമുകിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാത്തിനും ചേർന്ന് ഒറ്റ വളമാണ്. കമുകും കുരുമുളകും എല്ലാം രോഗപ്രതിരോധ ശേഷി ഉള്ളതിനാൽ ഇതുവരെ രോഗമോ കീടാക്രമണമോ ഉണ്ടായിട്ടില്ല എന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നു. എന്തായാലും ഇന്നിപ്പം വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കുരുമുളകിന് ഇപ്പോൾ ഏകദേശം കിലോയ്ക്ക് 720 രൂപയോളം ഇന്ന് മാർക്കറ്റിൽ വിലയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ കേരളത്തിലെ കർഷകരോട് അങ്ങേക്ക് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്? അത് ഇപ്പോഴുള്ളതിൽ കുരുമുളക് തന്നെയാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ക്രോപ്പ്. അപ്പോൾ അതിൻ്റെ താങ്ങുമരത്തിൽ നിന്ന് ഒരു വിളവ് കൂടെ നമുക്ക് എടുക്കുകയാണെങ്കിൽ അതൊരു നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. ഇരട്ടി ലാഭമാണ്. ഞാൻ നമുക്ക് ഇതുപോലെ നമ്മൾ താങ്ങുമരം സെലക്ട് ചെയ്യുമ്പം അതിൽ നിന്ന് നമുക്ക് ആദായം കിട്ടണം. അങ്ങനെ ഒരു താങ്ങുമരം വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ സാർ, ഇത്രയും പറഞ്ഞു തന്നെ വളരെ സന്തോഷം. നമസ്കാരം. 1100ഓളം കമുകും 1000 ചുവട് കുരുമുളക് നൽകുന്ന സാമ്പത്തിക നേട്ടവും വർഷങ്ങളായി താൻ സ്വാംശീകരിച്ച കൃഷിയറിവും കൊണ്ട് വിശ്രമ ജീവിതം ആദായകരവും ആനന്ദകരവുമാക്കുകയാണ് ഡോക്ടർ മോഹൻദാസ്.